എൻ്റെ ഒരു ഗട്ട് ഫീലിംഗ് എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് നേതൃത്വവും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇടതുപക്ഷം രണ്ട് കൂട്ടരും എനിക്ക് തോന്നുന്ന മിസ് ചെയ്ത ഒരു കാര്യം കേരളത്തിലെ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ വന്നിട്ടുള്ള RSS സ്വീകാര്യതയാണ്. അത് RSSനോടുള്ള സ്നേഹം കൊണ്ടല്ല, അത് മുസ്ലിങ്ങളോടുള്ള വെറുപ്പ് കൊണ്ടാണ്. അത് വളരെ വളരെ വിജയകരമാണ് ആ പദ്ധതി. RSSനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു അവർ ഇന്ത്യയിൽ എവിടെയെങ്കിലും നടത്തിയിരിക്കുന്ന ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള, ഹിന്ദുക്കളുടെ ഇടയിൽ ഹിന്ദുത്വം വിൽക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടായിരിക്കണം സാധാരണഗതിയിൽ ഒരു മൈനോറിറ്റിക്കെതിരെ മറ്റൊരു മൈനോറിറ്റിയുടെ ഇടയ്ക്ക് വെറുപ്പ് വിതയ്ക്കണമെങ്കിൽ. അത് വളരെ സക്സസ്ഫുള്ളായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് പോലും അത് മിസ് ചെയ്തു. ഇപ്രാവശ്യത്തെ പാർട്ടി കോൺഗ്രസ്സിൽ അതുമായി സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് രേഖകളിൽ ഈ ക്രിസ്ത്യൻ വർഗീയവാദികളുടെ പേര് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. കാസ എന്ന് പറയുന്ന, അത് RSSനേക്കാളും ഒട്ടും കുറയാത്ത, ജമാഅത്തെ ഇസ്ലാമിയേക്കാൾ ഒട്ടും കുറയാത്ത വിഷം ചീറ്റിക്കൊണ്ടിരിക്കുന്ന ഈ ഗ്രൂപ്പുകളെക്കുറിച്ച് റെഫറൻസ് ഉണ്ട്. ഞാൻ എൻ്റെ ഇൻ്റർവ്യൂകളിൽ ഞാൻ കോൺഗ്രസ് നേതാക്കന്മാരോട് ചോദിക്കാറുണ്ട്, അവർ ദേ ആർ ഓൺലി വേക്കിംഗ് അപ്പ് ടു ദ റിയാലിറ്റി നൗ. ഇത് BJPക്ക് വോട്ടായിട്ട് മാറും എന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ട്. അത് ആ ആക്സെപ്റ്റൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. നിലമ്പൂർ 8500 വോട്ടാമിറ്റാണ് BJPക്ക് ഉണ്ടായിരുന്നത്. ആ വോട്ട് അവർ പിടിച്ച് കുറച്ചതുകൊണ്ട് വോട്ട് അവർക്ക് തിരുവനന്തപുരം വോട്ട് കൂടുതലും കിട്ടി. ഒരു സ്ഥാനാർത്ഥി പോലും ഉണ്ടായിരുന്നില്ല. തലേ ദിവസം വരെ കേരള കോൺഗ്രസ്സുകാരനോ ആയിരുന്ന ഒരു കഥാപാത്രത്തെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിക്ക് വെച്ചിട്ടും അത്ര പ്രചണ്ഡമായിട്ട് LDFും UDFും അവരുടെ സർവ്വശക്തിയും അൻവറും ഒക്കെ ഉണ്ടായിട്ടും അവർക്ക് ആ വോട്ട് കിട്ടി എന്നതിൻ്റെ അർത്ഥം ഈ മുസ്ലിം വെറുപ്പ്, മുസ്ലിങ്ങളുടെ അപരവൽക്കരണം, മുസ്ലിങ്ങളാണ് ഈ നാടിൻ്റെ ശത്രുക്കൾ എന്ന തരത്തിലുള്ള മുസ്ലിം കേന്ദ്രീകൃതമായിട്ടുള്ള വലിയ പ്രചാരണം RSS BJP അഴിച്ചുവിട്ടു. അത് സക്സസ്ഫുള്ളാണ്. അത് ആരുടെയൊക്കെ വോട്ട് കൊണ്ടുപോകും എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട, അത് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് കാണാം. പക്ഷേ എൻ്റെ ഒരു ഗട്ട് ഫീലിംഗ് എന്നുള്ളത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ട് അത് നരേന്ദ്രമോദിയോടുള്ള സ്നേഹം കൊണ്ടോ ഒന്നുമല്ല. ഇത് ലോകത്തിലെ എവിടെയെങ്കിലും ഏതെങ്കിലും മുസ്ലിം പേരുള്ള ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അതിൻ്റെ ഉത്തരം മുഴുവൻ കേരളത്തിലെ മുസൽമാൻ പറയണം എന്നുള്ള ഒരു വലിയ പ്രചണ്ഡമായിട്ടുള്ള ക്യാമ്പയിൻ. അത് നമ്മൾ പലപ്പോഴും മെയിൻ സ്ട്രീം മീഡിയയിലല്ല നമ്മളത് കാണുന്നത്, അത് സോഷ്യൽ മീഡിയയിലാണ് കാണുന്നത്. ഞാൻ ഇടത് സർക്കിൾസിൽ ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഇപ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ശത്രു എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കാണുന്ന രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പിണറായി വിജയനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന മെയിൻ സ്ട്രീം മീഡിയ അല്ല. അവർ പറയുന്നത് ഒന്നുകിൽ അവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട എവിടെയെങ്കിലും ഒക്കെ ഒരു നേരിൻ്റെ ഒരു എലമെൻ്റ് ഉണ്ടാകും. അതല്ലെങ്കിൽ മനുഷ്യരൊക്കെ അറിയാം, അതൊരു ഡിസ്കൗണ്ട് ചെയ്ത് വായിക്കാൻ മനുഷ്യർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഇപ്പം സർക്കാരിനെതിരെ നിരന്തരം വിമർശനം എന്ന് പറയുമ്പോൾ ഞാൻ പറയാറുണ്ട് അത് നല്ലതാണ്. കാരണം അതുകൊണ്ടൊരു നഷ്ടം വരുന്നത്, അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ അല്ല അത് ദുർബലപ്പെടുത്തുന്നത്. ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ദുർബലപ്പെടുത്തുന്നത് ഈ വർഗീയതയുടെ വളരെ വലിയ വളർച്ചയാണ്. അത് കേരളത്തിൽ രണ്ട് പ്രധാനപ്പെട്ട മുന്നണികളും അത് മറന്നുപോയിട്ടുണ്ട്. അത് ഇലക്ട്രൽ ഡിവിഡൻ്റായിട്ട് എപ്പം വരും, അതിന് എത്രത്തോളം ട്രാക്ഷൻ ഉണ്ടാകും, അതിന് എത്രത്തോളം ക്രിട്ടിക്കൽ മാസ് ഉണ്ടാകും എന്നുള്ളതൊക്കെ എനിക്ക് തോന്നുന്നു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ വേണ്ടി, അത് ആർക്കൊക്കെ നഷ്ടമാകും എന്നുള്ളതൊക്കെ നമുക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്. കാരണം ഞാൻ ശരിക്കും പറഞ്ഞാൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ BJP കിട്ടുന്ന സീറ്റുകളേക്കാൾ കൂടുതൽ BJP കിട്ടുന്ന വോട്ടാണ്. ആ വോട്ട് എന്ന് പറയുന്നത് ഓരോ വോട്ട് നമുക്ക് മൂന്നുപേർക്ക് ഓരോ വോട്ട് ഉള്ളതുപോലെ അല്ല ഈ വോട്ടുകളൊക്കെ വരുന്നത്. അതിൻ്റെ ഒക്കെ പുറകിൽ അതിൻ്റേതായ പൊളിറ്റിക്സ് ഉണ്ട്. നമ്മുടെ നാടിനെ അട്ടിമറിക്കാനുള്ള, അണ്ടർമൈൻ ചെയ്യാനുള്ള, ഇല്ലാണ്ടാക്കാൻ പറ്റുന്ന പൊട്ടൻഷ്യലുള്ള വോട്ടുണ്ട്.